ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. എന്ത് നല്ല മരുമകളെയാണ് എനിക്ക് കിട്ടിയതെന്നോ. ആ ചേട്ടാ, ഇവിടുന്ന് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോവും. വീണ്ടും തെറ്റി പറയുന്നോ? ഓ ലെഫ്റ്റ് അല്ല റൈറ്റിൽ പോ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലേക്ക് പോകൂ. റൈറ്റിലേക്ക് പോ. ലെഫ്റ്റ് ലെഫ്റ്റ്. ഓ എന്റെ അമ്മേ സരളെ, നിങ്ങൾ രണ്ടുപേരുടെ ലെഫ്റ്റ് റൈറ്റ് തർക്കത്തിനിടയ്ക്ക് വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചേനെ ഇപ്പൊ. അതെനിക്ക് ആദ്യം അറിയായിരുന്നു. ലെഫ്റ്റിലേക്ക് പോവാണെങ്കിൽ എപ്പോഴേ എത്തിയേനെ. പക്ഷെ അമ്മ സമ്മതിക്കില്ല. മിണ്ടാതിരിക്ക് സരള, നിനക്കൊന്നും അറിയില്ല. നിനക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴിയേ അറിയൂ. അമ്മ മുതിർന്ന വ്യക്തിയാണെന്ന് കരുതി എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ നാട്ടിലെ എല്ലാ വഴികളും അറിയാം. അമ്മയ്ക്കാണെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയാന്നുള്ളൊരു അഹങ്കാരമുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്താ വിചാരിച്ചത്? ഞാൻ നിന്നെ ഇന്ത്യ മുഴുവൻ കൊണ്ടുപോയി കറക്കാം. ഞാനൊന്ന് പറയട്ടെ? എടോ താൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. താൻ റൈറ്റിലോട്ട് വണ്ടി വിട്ടോ. അമ്മേ സരളെ, നിങ്ങൾ ആദ്യം ഒന്ന് ഡിസൈഡ് ചെയ്യ്. ആദ്യം റൈറ്റിലേക്ക് പോണോ അതോ ലെഫ്റ്റിലേക്ക് പോണോന്ന് ഒരു കാര്യം ചെയ്യ്, സമാധാനമായിട്ട് തീരുമാനിക്കും. എന്നിട്ട് ഡ്രൈവറോട് പറയേ. അപ്പൊ എവിടേക്കാന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളും. കണ്ടുപിടിക്കാനും അത് എളുപ്പമായിരിക്കും. പറയേ. ഞാനോ? ഞാനെങ്ങനെ? അഡ്രസ് എപ്പോഴും അമ്മയല്ലേ ശ്രദ്ധിക്കാറ്? മൊബൈലിൽ നോക്കുന്നത് അമ്മ തന്നെയല്ലേ? അമ്മ തന്നെ പറയൂ. അതെന്താന്നറിയോ? അവൾ അഡ്രസ് പറഞ്ഞിരുന്നു. ഞാൻ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ അത് നോട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാനതങ്ങ് മറന്നും പോയി. നിനക്ക് എന്തെങ്കിലും ഓർമ്മ കാണില്ലേ? അതങ്ങോട്ടൊന്ന് പറയൂ. ഇല്ലമ്മേ, എനിക്ക് ഒട്ടും ഓർമ്മ വരുന്നില്ല. ഞാൻ കരുതി അമ്മ നോട്ട് ചെയ്ത് വെക്കുന്ന. അതുകൊണ്ട് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലമ്മേ. സരള, എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ? ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കേ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഓഡിറ്റോറിയം ശരിക്കും റോഡിന്റെ സൈഡിലാണ്. ശരിയാണ് അവൾ പറഞ്ഞത്. റോഡിന്റെ സൈഡിൽ തന്നെയാണ്. സരളെ, എല്ലാ കടകളും റോഡിന്റെ സൈഡിൽ തന്നെയാ ഉണ്ടാവുക. ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഉള്ളതായി ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. എന്താ സർല? ആ കോപ്പറേറ്റീവ് സൊസൈറ്റി. അമ്മേ, അത് തന്നെ. അതെ, ഈ മുംബൈയിൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അതെല്ലാം കോഓപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ്. ഓ, എന്തെങ്കിലും പേര് അങ്ങനെ എന്തെങ്കിലും? അവിടെ എന്തെങ്കിലും ഒരു പേരോ മറ്റോ? അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഗണപതി ഭഗവാന്റെ പേരിലാണ് അല്ലേ സർല? ആ പേര് തന്നെ. ഗണപതി ഭഗവാന്റെ പേരിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാം. അതിലെന്തെങ്കിലും ഒരു അടയാളം? അമ്മേ, ഇവർക്ക് സത്യം പറഞ്ഞു കൊടുക്കാം. പറയട്ടെ. എന്തു പറഞ്ഞു? എല്ലാം എല്ലാം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, എനിക്ക് വേണ്ടി താങ്കൾ ഇതൊക്കെ എന്തിനും ചെയ്തു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വേറൊരു നോർമൽ ഫാനല്ലേ. നോ 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 നോ, നിനക്കറിയോ, നീ ഒരു സാധാരണ ഫാനൊന്നും അല്ല. ഫാൻ നമ്പർ 1 ആണ് അല്ലേ? നീ ഒരാൾ കാരണം എനിക്ക് മനസ്സിലായത് അത് എൻ്റെ ഫാൻസ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും അവരുടെ ഫീലിങ്സ് എന്താണെന്നും എനിക്ക് മനസ്സിലാക്കി തന്നു. ഒരു സന്തോഷം നീ എനിക്ക് തന്നപ്പോ വേറൊരു സന്തോഷം ഞാൻ നിനക്ക് തന്നു. ഹൗസ് ദാറ്റ്? നിന്റെ കണ്ണില് എന്തോ ഉണ്ടല്ലോ. എന്താ എന്റെ കണ്ണിലുള്ളത്? എനിക്കറിയില്ല, പക്ഷേ നിന്റെ കണ്ണുകൾ എന്തോ പറയുന്നുണ്ട്. ഏതോ പൂർത്തിയാവാത്ത കഥയെക്കുറിച്ച്. ഇനിയും എന്തൊക്കെയുണ്ട് നിന്റെ കണ്ണുകളിൽ? സത്യസന്ധമായി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന
പക്ഷേ പൂർത്തിയാക്കാൻ പറ്റാത്തൊരു കഥ. ഞാനൊരു കണ്ണട വെച്ചിരിക്കുന്നത്. നിന്റെ കണ്ണുകൊണ്ടുപോയി കാണിക്കാനല്ല പറഞ്ഞത്, നിന്റെ തലയാ കൊണ്ടുപോയി കാണിക്കേണ്ടത്. എന്നുവെച്ചാ നീ അധികം സംസാരിക്കാറില്ല, പക്ഷെ നീ ചിന്തിച്ചു കൂട്ടുന്നുണ്ടല്ലോ, അത് നിന്റെ കണ്ണുകളിൽ കാണാൻ പറ്റും. നീ ശരിയാണെന്ന് ചിന്തിക്കുന്നത് പോലും നമുക്ക് തെറ്റായിട്ടാ തോന്നുന്നത്. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന്. കൺഫ്യൂഷൻ സാറിനാ, അതിനെ ഞാനെന്തിനാ ഡോക്ടറെ കാണുന്നത്? ശരിക്കും നിനക്ക് പ്രോബ്ലം വരാതിരിക്കാനാ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞത്. നീ ഫാൻ നമ്പർ 1 അല്ലേ, നിനക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാനാ ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്. നീ എന്താ ഈ ചെയ്യുന്നേ? എന്നെ വീണ്ടും കൺഫ്യൂഷൻ ആക്കണം. ആദ്യം നീ ഒരു കാര്യം ചെയ്യും, വല്ല ഡോക്ടറിന്റെ അടുത്തും പോയിട്ട് വാ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അവളുടെ ഒരു നോട്ടം. നിങ്ങൾ പറഞ്ഞത് ശരിയാ, എന്റെ കണ്ണുകൾക്ക് പ്രോബ്ലം ഉണ്ട്. എല്ലാ സത്യവും അറിഞ്ഞിട്ടും നിങ്ങളെ തന്നെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇത്രയും ദുഃഖം അനുഭവിച്ചിട്ടും നിങ്ങളെ എനിക്ക് കാണാൻ തോന്നുന്നത്. നിങ്ങളെല്ലാം മറന്നു, പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല. നിങ്ങളോടുള്ള പ്രണയം, നിങ്ങളുടെ ഓർമ്മകൾ എല്ലാം ഇന്നും ഈ കണ്ണുകളിലുണ്ട്. അതുകൊണ്ട് ഇന്ന് പൂർത്തിയാകാത്ത നമ്മുടെ കഥ പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സീഡി ഞാൻ നിനക്കല്ലേ തന്നത്? എനിക്ക് ആവശ്യമുള്ളപ്പോൾ നീ അത് തരണം. റിലാക്സ് സർ, ആ സീഡി പ്രിയയുടെ കയ്യിലുണ്ട്. ഏത് പ്രിയ? നമ്മുടെ റിസപ്ഷനിസ്റ്റ്. ആക്ച്വലി ഞാൻ വിചാരിച്ചു അവളുടെ കയ്യിൽ കൊടുക്കുന്നത് സേഫ് ആയിരിക്കും. എനിക്ക് അർജന്റ് ജോലി ഉണ്ടായിരുന്നു. ബട്ട് ഡോണ്ട് വെറി സർ. എങ്ങനെ വറീഡ് ആവാതിരിക്കും സൈറ? നിനക്കറിയില്ലേ ഈ ഇവന്റ് അബിയെക്കാളും എനിക്കാണ് ഇമ്പോർട്ടന്റ് എന്ന്? ഇത് ഹിറ്റാകേണ്ടത് എനിക്കും എന്റെ കമ്പനിക്കും വളരെ അത്യാവശ്യമാണ്. നോക്കൂ, എന്റെ ഈ ആൽബം റിലീസിൽ ഒരു കുഴപ്പവും വരാൻ പാടില്ല. കുറച്ച് കഴിയുമ്പോൾ അബി വരും ആൽബം റിലീസ് ചെയ്യാൻ. അതിനു മുമ്പ് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കണം. എവരിതിങ് ഷുഡ് ബി പെർഫെക്റ്റ്. ഓക്കെ, ഗോ ഫാസ്റ്റ്. ഓക്കെ സർ, ഞാനിപ്പോ കൊണ്ടുവരാം. സാറാ, നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് അന്വേഷിക്കുക. ഏട്ടനും കുറെ നേരമായിട്ട് തിരയുമായിരുന്നു. നീ എവിടെയായിരുന്നു? ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. സോറി മാം, ആക്ച്വലി അത് ശേഖർ സാർ എന്നോട് സീഡി കൊണ്ടുവരാൻ പറഞ്ഞു. അത് പ്രിയയുടെ കയ്യിലാ. ഞാനിപ്പോ വരാം. നീ എന്താ ഈ പറയുന്നേ? ഏട്ടൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫൈനൽ പെർഫോമൻസിന് മുമ്പ് എല്ലാ സ്റ്റാഫിനെയും കാണണമെന്ന്. അതുകൊണ്ട് എന്റെ കൂടെ വരൂ. പക്ഷേ മാം, ആ സീഡി. എന്ത് സീഡി? ഇത് ശരിയല്ല. മ്യൂസിക് ലോഞ്ച് എന്റെ ഏട്ടന്റെ അല്ലേ? എനിക്ക് ടെൻഷൻ ഒന്നും കാണില്ലേ? നിനക്ക് തോന്നുന്നു ഞാൻ കെയർലെസ് ആയിട്ട് നിൽക്കുമെന്ന്? ഓഫ് കോഴ്സ് നോട്ട്. പക്ഷേ നമ്മൾ അവിടെ ടൈമിൽ എത്തിയില്ലെങ്കിൽ ഏട്ടൻ അവിടെ നിന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏട്ടൻ ഉറപ്പായിട്ടും ദേഷ്യം വരും. എന്താ വേണോ? നോ മാം. എങ്കിൽ പിന്നെ എന്റെ കൂടെ വരൂ. ലെറ്റ്സ് ഗോ. ചേച്ചി, ഒരുപാട് നന്നായിരുന്നു. സീരിയസ്ലി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കൂടെ ഇല്ലായിരുന്നെങ്കിൽ സ്റ്റേജിൽ ഒരു സ്റ്റെപ്പ് പോലും ഞാൻ വെക്കില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് സ്റ്റേജിൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്ന് പറയാൻ തന്നെ പറ്റുന്നില്ല. അവിടെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ വേർപിരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നോ പ്രണവ്, അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ മുന്നിൽ എന്നെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് ബഹുമാനം തന്നു. കുറച്ച് നിമിഷങ്ങൾ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നും ഒരു സ്പെഷ്യൽ സ്ഥാനമുണ്ടെന്ന്. ചേച്ചി, ഇത് വളരെ നല്ല കാര്യമല്ലേ? എനിക്ക് തോന്നിയിരുന്നത് ഞാൻ മാത്രം അബിയും പ്രിയിച്ച് ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന്. പക്ഷെ എൻ്റെ ആ ധാരണ തെറ്റാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് ബോധ്യമായി. അതെന്താന്ന് വെച്ചാൽ ഈശ്വരന് ഉറപ്പായിട്ടും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഈശ്വരനെ ആഗ്രഹിച്ചതുകൊണ്ട് പ്രിയേച്ചി ഇന്ന് ഇവിടെ എത്തിയത്. സ്റ്റേജിൽ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുകയും ചെയ്തു. എല്ലാം നല്ലതിനാ പ്രിയേച്ചി. എന്നിട്ട് എന്താ പ്രണവ്, അദ്ദേഹത്തിന് ഞാൻ വെറും ഒരു ഫാൻ മാത്രമാ? ഒന്നും ഓർമ്മയില്ലല്ലോ.
സത്യങ്ങളെല്ലാം അറിഞ്ഞു വച്ചിട്ടും ഞാൻ വെറുതെ സ്വപ്നം കാണുകയല്ലേ പ്രണവ്. ഞാനെല്ലാം കേട്ടു. എന്താ സംസാരിച്ചുകൊണ്ടിരുന്നേ? ഒന്നുമില്ല അബി. അത് പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഈവന്റിനെ കുറിച്ച് ചോദിക്കായിരുന്നു. പിന്നെ നീ ഏത് സ്വപ്നം കാണാനാ ആഗ്രഹിക്കാത്തെ? സ്വപ്നോ? പേടി സ്വപ്നമേ, അതിനെ കുറിച്ച് പറഞ്ഞതാ. കാരണം അത് കാണുമ്പോ എല്ലാവർക്കും പേടിയാവില്ലേ? പേടിയുള്ള സ്വപ്നങ്ങള് എനിക്ക് കാണുന്നത് ഇഷ്ടമേ അല്ല. അത് എനിക്ക് തോന്നിയത് പറയായിരുന്നു. നീ നിന്റെ നല്ല സ്വപ്നങ്ങളെ കുറിച്ച് പറയുമായിരുന്നു. നീ എന്താ പ്രണവിനോട് പറഞ്ഞത്? നിനക്കൊരു സിംഗർ ആവാനായിട്ട് നിന്നെ സഹായിക്കണമെന്നല്ലേ? ആ അതെ, സാറിന് എല്ലാം അറിയാമെങ്കിൽ പിന്നെ ചോദിക്കുന്ന എന്തിനാ? ചേച്ചി അത് ചേച്ചി ഞാൻ നിന്നോട് പറഞ്ഞത് ഷീസ് എ വെരി നൈസ് ഗേൾ. ആൻഡ് നീ ഇവരോട് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. നിനക്കെന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ഇത് എന്റെ ഫാനാ, ഞാൻ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കും. നിനക്കെന്താ? നിന്റെ ഫാനൊക്കെ ആയിരിക്കും, പക്ഷെ ആരുടെയെങ്കിലും സഹോദരി ആയിരിക്കും. അയാൾക്ക് മോശമായിട്ട് തോന്നില്ലേ? ഏത് സഹോദരി? ഇവിടെ ആരും ഇല്ലല്ലോ. എടാ ഇവിടെ ഇല്ല, എവിടെയെങ്കിലും കാണുമല്ലോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ വിഷമാവും അയാളുടെ സഹോദരിയോട് ഈ രീതിയിൽ സംസാരിക്കുമ്പോ. ഹലോ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ അവളെ പോലെ സംസാരിക്കാ? ഓ മനസ്സിലായി. നീ അവളുടെ കണ്ണിലോട്ട് നോക്കിയായിരുന്നോ? അല്ല, കണ്ണുകളിൽ നോക്കി നിനക്കെന്താടാ കുഴപ്പം? നീ എന്തിനാ കുശുമ്പ് കാണിക്കുന്നേ? അത് പിന്നെ എനിക്കെന്തിനാ കുശുമ്പ്? ശരിയാ, നിനക്ക് ചേർന്ന കുട്ടി അല്ലെന്നല്ലേ നീ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഞാനെപ്പോഴാ പറഞ്ഞേ? എടാ അബി, നീ എന്തിനാ കള്ളം പറയുന്നേ? ക്യൂട്ടെന്ന് പറഞ്ഞു. ക്യൂട്ടെന്ന് പറഞ്ഞായിരുന്നു അന്ന്. അങ്ങനെ പറഞ്ഞു വെച്ച് നിനക്കെന്താ? എന്റെ ഫാനെ ഞാൻ ഇഷ്ടമുള്ളത് പറയും. നിനക്കെന്താ ഇതിൽ കാര്യം? എടാ ഞാൻ ആരുമല്ല, പക്ഷെ നിങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല. ഇൻഫാക്ട് നിങ്ങൾക്കിടയിൽ ആരും വരാനും പാടില്ല. എന്താ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇവരുടെ ഫാൻ നമ്പർ 1 എന്ന ടൈറ്റിൽ ആർക്കും ലഭിക്കാൻ പാടില്ലെന്നാ. കാരണം ഇവരോട് സംസാരിച്ചതിന് ശേഷം എനിക്കും വിശ്വാസമായി ആക്ച്വലി ഇവർ നിന്റെ ഫാൻ നമ്പർ 1 തന്നെയാണെന്ന്. പിന്നെ ഒരു കാര്യം പറയാബി, ഇവരിൽ നീ ഇത്ര സ്പെഷ്യലായിട്ട് എന്താ കാണുന്നേ? അത് പിന്നെ ടോപ്പ് ടു ബോട്ടം സ്പെഷ്യലോട് സ്പെഷ്യൽ തന്നെ. ഇവള് ശരിക്കും സ്പെഷ്യലാ. എന്നെ കുറിച്ച് ഇവൾക്ക് A to Z കാര്യങ്ങൾ അറിയാം. ഒരിക്കൽ സ്റ്റുഡിയോയിൽ വെച്ച് എന്റെ ഫേവറേറ്റ് കോഫി ഉണ്ടാക്കി തന്നു. എന്റെ കണ്ണി നോക്കിയാ ഓരോ കാര്യങ്ങൾ വായിച്ചെടുക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ഇവളുടെ കൈ പിടിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുപോയത്. എന്റെ ട്രൂ ഫാൻ ആയിപ്പോയില്ലേ? അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനി അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിലും ചിലപ്പോൾ ഞാൻ സഹായിച്ചെന്ന് വരും. ആവശ്യം വരുമ്പോൾ മാത്രമല്ല, നീ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. എന്താ? ഒന്നുമില്ല. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താന്ന്. നിനക്കൊരിക്കലും മനസ്സിലാവുകയില്ല. നീ ഒന്ന് വന്നേ, വാ. അതെ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വന്നു. വെറുതെ അവിടെ സമയം കളഞ്ഞു. അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ കാണാനും സാധിച്ചില്ല. സത്യത്തിൽ തെറ്റുമൊത്തം ഞങ്ങളുടെ ഭാഗത്താ. ഞങ്ങൾ അഡ്രസ്സ് നന്നായിട്ട് നോട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഇല്ലില്ല, അങ്ങനൊന്നുമില്ല സാറല്ലേ. ഞങ്ങൾ നിങ്ങളെ കാണാനല്ലേ വന്നത്. ഭഗവാനെ വേറെ ഏതെങ്കിലും സമയത്ത് കണ്ടോളാം. അതൊന്നും സാരമില്ലെന്നേ. ദർശനം നടത്തിയില്ലെങ്കിലും സാരമില്ല. ഞങ്ങള് വിചാരിച്ചോളാം നമ്മൾ എല്ലാരും കൂടി ഒരു വലിയ ഡ്രൈവിങ്ങിന് പോയെന്ന്. അത്രേ ഉള്ളൂ. ശരി എന്നാ ചേച്ചി വാ. അവർ പോയത് വളരെ നന്നായി. അവർക്കൊരു വിഷമവും തോന്നിയില്ല. നീ എന്താ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? അമ്മ, ഞാൻ ചിന്തിക്കുന്നത് അബിക്ക് വിഷമൊന്നും തോന്നരുത്. അവൻ എത്ര സ്നേഹത്തോടെ നമ്മളെ വിളിക്കുന്നത്. നമുക്കാണെ പോവാനും കഴിഞ്ഞില്ല. നിനക്കെന്താ വിഷമം? അവന് വിഷമം തോന്നിയാൽ നിനക്ക് ഇഷ്ടമല്ലല്ലോ നമ്മുടെ വീട്ടിൽ വരുന്നതും നമ്മളോട് സംസാരിക്കുന്നതും. അമ്മ, ഞാൻ അങ്ങനെ എപ്പോഴാ പറഞ്ഞത്?
എനിക്കാണെ ഒത്തിരി സന്തോഷം തോന്നി. അവൻ നമ്മുടെ വീട്ടിൽ വന്നു, ചിരിച്ചു, സംസാരിച്ചു, ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു. സത്യം, എനിക്ക് തോന്നി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. അവൻ പഴയ അഭി തന്നെയാ. നിനക്ക് സന്തോഷായല്ലോ. അതെ, ഒന്ന് ചിന്തിക്കേ, പ്രിയയ്ക്ക് അവനെ കാണുമ്പോൾ എന്തുമാത്രം സന്തോഷം ഉണ്ടാവുന്നുവെന്ന്. നിനക്കാണെങ്കിൽ അവർ ഒന്നാകണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. അവൾ അഭിയെ ഉപേക്ഷിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? അമ്മ, ഞാൻ എന്ത് ചെയ്താലും അവളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. ഓ അതെ സരള, നീ അവളുടെ നന്മയുടെ സ്ഥാനത്ത് അവളുടെ പ്രണയത്തെ കുറിച്ച് എന്താ ചിന്തിക്കാത്തെ? അവൾ അഭിയെ സ്നേഹിക്കുന്നു. അഭി ഇല്ലാതെ അവൾക്ക് ജീവിക്കാനാവില്ല. അവർക്കിടയിൽ ചെന്ന് കയറാൻ ശ്രമിക്കരുത് നീ. അമ്മ, ഞാൻ അങ്ങനെയൊന്നും ശ്രമിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് എന്നും അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എനിക്കറിയാം അവൾ അഭിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്കും അതിഷ്ടാണ്. പക്ഷെ എനിക്ക് അവളുടെ ജീവൻ അത് അപകടത്തിലാക്കാൻ ഒരിക്കലും കഴിയില്ല. അവൾ അഭിയെ കാണുന്നത് നമുക്കിഷ്ടാണ്. പക്ഷെ മറ്റാർക്കൊക്കെയോ അവർ ഒന്നാകുന്നത് കാണാൻ ഇഷ്ടമല്ല. അവള് വെല്ലുവിളിച്ചപ്പോ അമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ. അമ്മ, അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ പ്രിയ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ച അവളുടെ ജീവൻ എന്തെങ്കിലും പറ്റിയ. നീ അത് വിട്ടേക്ക്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൾ അത്യാവശ്യം അറിവുള്ള പെൺകുട്ടിയാണ്. അവൾക്ക് കാര്യഗൗരവം അറിയാം. അതെ, ഞാൻ ഒരുപാട് തളർന്നു. കാറിൽ കറങ്ങി കറങ്ങി എന്റെ നട്ടൽ ഒടിഞ്ഞ പോലെയായി. ആ പിന്നെ ജാനകിയോട് പറഞ്ഞ് എന്റെ നടുവിന് ഇത്തിരി ബാമ് തേക്കാൻ പറയണം. അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മ തന്നെ നേരിട്ടങ്ങ് പറ, എന്നോട് പറയണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞ 4 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുവേ സർല. Hey, Don't what's up? don't worry, please, please. Is everything ready? Yeah. സർ, ഒരു മിനിറ്റ്. Okay. Alright. വന്നേ. നോക്കൂ, സൈറ പറഞ്ഞു ആൽബത്തിന്റെ CD തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. യെസ് സർ. ശരി, നിങ്ങൾ അവിടെ പോകും. അവിടെ മ്യൂസിക് ഓപ്പറേറ്റർ നിൽപ്പുണ്ട്. CD അയാളുടെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് പറയണം അഭി പറയുമ്പോൾ അത് പ്ലേ ചെയ്യണമെന്ന്. ഓക്കെ, okay, sir. ഗോ ഫാസ്റ്റ്. ഹായ് മിസ്റ്റർ അഭി, നമുക്ക് സ്റ്റേജിലേക്ക് പോകാം. Let's go. Rock and roll. ഗ്രേറ്റ്. ഇവിടെ മ്യൂസിക് ലോഞ്ച് അല്ല, ഒരു വലിയ തമാശ നടക്കാൻ പോവുക. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ മിസ്റ്റർ അഭിഷേക് മേനോൻ അദ്ദേഹത്തിന്റെ മ്യൂസിക് ലോഞ്ച് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് അദ്ദേഹത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മിസ്റ്റർ ശേഖർ, എന്ത് വേണമെങ്കിലും അല്ല, മ്യൂസിക്കിനെ പറ്റി മാത്രം. വാട്സ്ആപ്പ് ഗായ്സ്. മിസ്റ്റർ അബി, ഇത് നിങ്ങളുടെ ആക്സിഡന്റിന് ശേഷമുള്ള ആദ്യത്തെ ആൽബമാണ്. പുതിയതായി എന്ത് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും? ആക്സിഡന്റ് കൊണ്ട് അഭിഷേക് മേനോന് ഒന്നും സംഭവിച്ചിട്ടില്ല. അഭിഷേക് മേനോന്റെ മ്യൂസിക് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഇറ്റ് വാസ് റോക്കിംഗ് ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് റോക്ക്. മിസ്റ്റർ അഭി, എനിക്കും താങ്കളോട് ഒരു ചോദ്യം ചോദിക്കണമായിരുന്നു. മിസ്റ്റർ അഭി, താങ്കളുടെ ആൽബം റിലീസിന്റെ ഡേറ്റ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. പക്ഷേ കോൺസേർട്ടിന്റെ ഡേറ്റ് എപ്പോഴായിരിക്കും അനൗൺസ് ചെയ്യാം? ഞാൻ എൻ്റെ മ്യൂസിക്കിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫാൻസിനെയും. അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റ് ആക്കാതെ ഫാൻസിനോട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനാണ് താല്പര്യം. ഒരു റോക്കിംഗ് കോൺസേർട്ട് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുകയാണ്. ഈ പ്രിയ ഇതെവിടെ പോയിരിക്കേ? കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഈ CD ഓൺ ആക്കണം. സാർ പറയുമ്പോ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ എന്നല്ല, റെഡിയാക്കി വെക്കേ. ഡിജിയുടെ കയ്യിൽ CD കിട്ടിക്കഴിഞ്ഞു. ഇനി കാണാം ശരിക്കുള്ള തമാശ. പ്രിയ, ആ മാഡം എവിടെയായിരുന്നു? ശേഖർ സാർ മാമിനെ ഞാൻ തന്ന CD എവിടെയാ? ഞാനത് DJക്ക് നൽകി. സമയമാകുമ്പോ പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്, നീ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, CD ചെക്ക് ചെയ്യാം, പ്ലേ ആകുന്നുണ്ടോ ഇല്ലയോന്ന്. ഓക്കെ? ഓ നോ, സേറ CD ചെക്ക് ചെയ്താ ഇത് ഏട്ടന്റെ CD അല്ലെന്ന് അവർക്ക് മനസ്സിലാവും. എല്ലാ പ്ലാനും ഇവിടെ തന്നെ അവസാനിക്കും. ആലിയ, ഏയ് സേറ, നീ എവിടെയായിരുന്നു? ഏട്ടന്റെ പെർഫോമൻസിന്റെ സമയമായ CD എവിടെ? മാം, ഞാനത് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ചെക്ക് ചെയ്യാനുള്ള സമയമില്ല. വരൂ, വേഗം വരൂ. ലെറ്റ്സ് ഗോ. ഓക്കെ മാം. Hit it. വേഗം ചെയ്യ. ഇത് എന്റെ പാട്ടല്ലല്ലോ. What is this? സർ, ഒരു മിനിറ്റ്, ഞാൻ ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോയി വരാം. നോക്ക്. Yes, sir. Yes, sir. പ്രിയ, ഈ ഏത് CD കൊടുത്തത്? എനിക്ക് അറിയില്ല. ഒന്നും അല്ല.